ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നാൻകട്ടായി എന്ന് പറഞ്ഞൊരു കുക്കിയാണ് ഉണ്ടാക്കണേ. ഇത് നമുക്ക് ചായയുടെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കുക്കി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ബട്ടറിന് പകരമായിട്ട് നമുക്ക് നെയ്യിലും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താണ് ഞാൻ ചേർക്കണേ. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ ഒരു 3 ഏലക്കായയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചത്. അപ്പോൾ നമ്മുടെ കുക്കിക്ക് ഒരു ഫ്ലേവറും കൂടെ കിട്ടും. ഇനി ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കേക്കിലൊക്കെ ചെയ്തെടുക്കൂലേ അതുപോലെ തന്നെ. അപ്പോൾ ഇത് മിക്സായി വരുമ്പോൾ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇതാ കണ്ടോ, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് മൈദമാവാണ്. അത് കുറേശ്ശെ ആയിട്ട് നമ്മുടെ ഈ ബട്ടറും പഞ്ചസാരയും കൂടെ യോജിപ്പിച്ചെടുത്തില്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മൈദയിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ഫ്ലോറാണ്. അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പതുക്കെ അധികം പ്രസ് ചെയ്യാതെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഡോ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഞാനിന്ന് ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാണ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോരോ ബോളാക്കി എടുക്കണം. ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കുക്കിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുകിൽ നമ്മുടെ ചൂണ്ടവിരൽ വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നടുകിലായിട്ട് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അവിടെ പിസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നടുകിലൊന്ന് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കുക്കി ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിലാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ഇന്ന് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ കേക്ക് ഉണ്ടാക്കില്ലേ, ഉപ്പൊക്കെ താഴെ ഇട്ടിട്ട്, അതുപോലെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഒരുപാട് ദിവസം കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മൂടി വെച്ചാൽ മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഇനി അടുത്ത പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.